അപ്പൊ എല്ലാവർക്കും നമ്മുടെ തേങ്ങ ചാനലിലേക്ക് കൂടി സ്വാഗതം. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്നിരിക്കുന്ന ഐറ്റം കണ്ടോ, നല്ല അടിപൊളി കാളൻ കേട്ടോ. നമ്മുടെ സദ്യക്ക് കിട്ടുന്ന കുറുക്കുകളൊന്നുമല്ല, നമ്മുടെ പാലക്കാട് തമിഴ്നാട് ഭാഗങ്ങളിലൊക്കെ സ്ട്രീറ്റ് ഫുഡായിട്ട് കിട്ടുന്ന നല്ല അടിപൊളി കാളൻ. അത് നമ്മുടെ കൂനുകൊണ്ടും പല ഐറ്റംസ് വെച്ച് കാളൻ ഉണ്ടാക്കും. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ നാടൻ കൂണ്, നമ്മുടെ കുളത്തിൽ തന്നെ ഉണ്ടായ നല്ല നാടൻ കൂണ് വെച്ചിട്ടാണ് നമ്മൾ ഈ കാളൻ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ഈ നാടൻ കൂര് നമ്മൾ വലിച്ചതും ഈ കാളൻ ഉണ്ടാക്കിയതിന്റെ റെസിപ്പി നമ്മുടെ ചാനലുണ്ട്. അപ്പൊ നമുക്ക് നേരെ വിട്ടുള്ള നമ്മുടെ വീഡിയോയിലോട്ട്. നമ്മൾ രാവിലെ തന്നെ നേരെ പിരാനക്കുളത്തിലോട്ട് വന്നു കേട്ടോ. പിരാനക്കുളത്തിൽ വന്ന് നമ്മുടെ ഗാർഡനൊക്കെ നല്ല വൃത്തിയായിട്ട് പച്ചപ്പ് വിരിച്ച് നിൽക്കുന്നുണ്ട്. അതൊന്നല്ല ഇന്നത്തെ ഹൈലൈറ്റ് നമ്മുടെ പാടിക്ക് മുന്നിൽ വിരിഞ്ഞ് നിൽക്കുന്ന ഈ കൂനുകൾ തന്നെയാണ് കേട്ടോ. നമ്മൾ 2-3 ദിവസം ഇത് മോവൊക്കെ ഇട്ട് വരാൻ തുടങ്ങിയിട്ട്, അപ്പോൾ നമ്മൾ കണ്ടപ്പോൾ തന്നെ ചവിട്ടുണ്ടാവേണ്ട കല്ലൊക്കെ വെച്ചൊന്ന് ഹൈഡ് ചെയ്തു. അതുപോലെ തന്നെ പട്ടത്തണ്ടൊക്കെ വെച്ചിട്ട് നമ്മളൊന്ന് മറച്ച് വെച്ചിരിക്കുകയാണ്. കാരണം ആരെയും കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായും വലിച്ചിട്ട് പോകും. കാരണം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ഈ കൂന്. നല്ല വിരിഞ്ഞ് നിൽക്കുന്ന ഈ കൂനുകളൊക്കെ നമുക്ക് വലിച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി ഒരു കാളൻ നമുക്ക് ഉണ്ടാക്കണം കേട്ടോ. നമ്മുടെ നാടൻ കൂണ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കഴുകി വൃത്തിയാക്കി എടുക്കാനാണ് അടുത്ത പരിപാടി. നല്ലപോലെ തന്നെ നമ്മുടെ കുളത്തിലെ വെള്ളത്തിൽ നമുക്ക് കഴുകി എടുക്കാം. ഇത് മണ്ണൊക്കെ ഉണ്ടാവും, നമ്മുടെ മണ്ണിന്ന് വരുന്നതല്ല, അതുകൊണ്ട് നല്ലപോലെ മണ്ണുണ്ടാവും. ഇത് ക്ലീൻ ചെയ്യുന്നതിന്റെ കുറച്ച് പരിപാടികളുണ്ട്. ഇതിന്റെ മുകളിലൊരു ചെറിയൊരു ഷെയ്ഡ് ഉണ്ടാവും, ഒരു ബ്ലാക്ക് കളറിൽ അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളറിലൊക്കെ. ആ ഷെയ്ഡ് ഒന്ന് ചുരണ്ടി കളഞ്ഞാൽ മാത്രം മതി. അല്ലാണ്ട് വേറെ ഒരുപാട് വലിയ ക്ലീനിങ് ഒന്നും ഇതിന് വരുന്നില്ല. ഇങ്ങനെ പൊട്ടിച്ച് നമുക്ക് എടുക്കാം കേട്ടോ, നമുക്ക് വേണ്ടതൊക്കെ. പിന്നെ ഈ കാലിലും അതുപോലെ ചെറിയ രീതിയിലൊരു അഴുക്കുണ്ടാവും. അത് നമുക്കൊന്ന് കത്തി വെച്ചിട്ട് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ആക്കി കൊടുത്താൽ മതി. അത് വലിയ രീതിക്കുള്ള ക്ലീനിങ് ഇതിന് വരുന്നില്ല. നമ്മുടെ കൂനൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് എടുക്കണം. നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള പാകത്തിന് കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് എടുക്കണം. എണ്ണയൊക്കെ സിമ്പിളായിട്ട് തന്നെ കട്ട് ചെയ്യാം. നമുക്കൊരു കത്തിയൊന്നും വേണ്ട, വെള്ളം ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ചെറിയ ചെറിയ പീസായിട്ട് വരും. കൂന് ഒരുപാട് നേരാക്കാൻ നമുക്ക് വേഗതൊക്കെ നേരാക്കി എടുക്കണം കേട്ടോ. കുറച്ചധികം പണിയാണ്. ഒരു പ്ലേറ്റ് കൂനുണ്ട്. ഇപ്പോൾ ഇത് വറുത്ത് പൊരിച്ചൊക്കെ വരുമ്പോൾ ഇതിന്റെ പകുതിയാവും. അപ്പം അതിനുവേണ്ടി നമുക്ക് കുറച്ച് ക്യാബേജും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ കൂന് നാച്ചുറലായിട്ട് ഉണ്ടാവുന്നത് കൊണ്ട് അതിൽ കുറേ ബാക്ടീരിയസോ അല്ലെങ്കിൽ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവണം, മണ്ണിലുള്ളത്. അപ്പം അതിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടി നമ്മൾ ഇച്ചിരി വെള്ളം കുറച്ചേരം ഒന്ന് ഒഴിച്ച് വെക്കണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചത്തു പോകാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. അപ്പോൾ ഇതിന് വേണ്ട വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് കട്ട് ചെയ്ത് തരാം. നമ്മുടെ കഴുകി വൃത്തിയാക്കി എടുത്ത് നമ്മുടെ കൂനോട് റെഡി ആയിട്ട് കേട്ടോ. അപ്പൊ നമുക്ക് കൂന കൊണ്ട് ആദ്യം ഇട്ട് കൊടുക്കാം. അതിലോട്ട് നമ്മുടെ നന്നായി ചെറുതായി കട്ട് ചെയ്ത് വെച്ച നമ്മുടെ ക്യാബേജ്, ഇതിലോട്ട് നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്,
പിന്നെ വേണ്ടത് കുറച്ച് മൈദ മാവാണ്. നമുക്ക് പൊരിച്ചെടുക്കാൻ പാകത്തിന് മൈദ മാവിലിട്ട് കൊടുക്കാം. നമ്മൾ 2 പിടി മൈദ മാവ് ഇട്ടുണ്ട്. അപ്പം നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ ഇട്ടിട്ട് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് തന്നിരിക്കട്ടെ. അപ്പം ഒന്ന് പിടിച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ എണ്ണയും നമ്മുടെ അടുപ്പൊക്കെ കത്തിച്ച് എണ്ണയൊക്കെ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ട് വരാം. നമ്മുടെ കാളം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതാ അത് ചട്ടി വെച്ചു. ചട്ടിയുടെ വന്നിട്ട് നമുക്ക് കുറച്ച് രുചി ഗോൾഡ് ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം നമ്മുടെ ഇത് പൊരിച്ചെടുക്കാനുള്ള ഓയിൽ ഒഴിക്കണം. അപ്പോൾ ഒരു 1/4 ലിറ്റർ ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് ഇട്ട് പൊരിച്ചെടുക്കാം. നമ്മുടെ ഏകദേശം നമ്മുടെ കാളിനൊക്കെ വറുത്ത് മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് മാറ്റിയെടുക്കാം. കൂനും നമ്മുടെ ക്യാബേജൊക്കെ നന്നായിട്ട് വറുത്ത് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് മസാല അടിക്കാം. മസാല അടിക്കാൻ വേണ്ടി നമ്മുടെ ബാക്കി ഓയിലിലോട്ട് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. ലേശം ഉപ്പിട്ടുണ്ട് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി വാടി വരാൻ. നമ്മുടെ ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. റെഡിമെയ്ഡ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതുകൊണ്ട് നന്നായിട്ട് ഇതിൻ്റെ ചൂടാക്കിയാലേ ഇതിൻ്റെ സ്മെല്ല് പോകുള്ളൂ. അപ്പോൾ നമ്മുടെ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവ് നമ്മുടെ ആവശ്യത്തിന് നോക്കിയിട്ട് ഇടാം കേട്ടോ. അതിനോട് കുറച്ച് മല്ലിപ്പൊടിയും കൂടി. പിന്നെ കുറച്ച് ഗരം മസാല. നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ്. ഇനി ഒരു സോയ സോസും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ സോസൊക്കെ ഒഴിച്ച് നമ്മുടെ മസാല നന്നായിട്ട് തിളച്ചുന്നുണ്ട്. ഇനി കുറച്ച് നമ്മുടെ പച്ചമുളകും, ഇനി അതിലോട്ട് നമ്മുടെ കൂനും അതുപോലെ തന്നെ നമ്മുടെ ക്യാബേജും കൂടി വറുത്ത് മുരിച്ച് വെച്ചതും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കണം. ഇനി ഏകദേശം കുറുകി നമ്മുടെ കാളന്ന് സെറ്റായി വന്നിട്ട് കേട്ടോ. നമുക്ക് കുറച്ച് മല്ലിയിലും കൂടി അതിന് ഇട്ട് കൊടുക്കാം. നമ്മുടെ കാളൻ കുറുകി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാടൻ മഷ്റൂം കൊണ്ട് നമ്മൾ ഉണ്ടാക്കി കാണും. ടോപ്പിൽ കുറച്ച് നമ്മുടെ ഉള്ളിയും ക്യാബേജും മല്ലിയിലും കൂടി കട്ട് ചെയ്തും ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഈ കാള നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അത് എങ്ങനെയുണ്ടെന്ന്. ആ നമ്മുടെ കുറച്ച് മല്ലിയിലയും ആ ഉള്ളിയും ക്യാബേജും എല്ലാം കൂടിയിട്ട് അങ്ങോട്ട് പിടിച്ചു നോക്കട്ടോ. സംഭവം ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ്. നമ്മുടെ സ്ട്രീറ്റ് ഫുഡിൽ കിട്ടുന്നതിനേക്കാൾ ഒരു വ്യത്യസ്ത ടേസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ സോയ സോസിന്റെ ഒരു അതിപ്രസരം എവിടേക്ക് കാണുന്നുണ്ട്. ഏകദേശം സംഭവം ഉഷാറ് തന്നെയാണ്. കാര്യം കഴിയൂടാ. എന്താ പറയണ്ട്, നിങ്ങൾ എന്താ മനുഷ്യൻ പറഞ്ഞു?
അവിടെ എന്താ അവസ്ഥ? കുഴപ്പമില്ലല്ലോ. കുറച്ചും കൂടി ഉള്ളിൽ കുറവുണ്ടല്ലേ? അപ്പൊ ഇത്രയുള്ള നമ്മുടെ ഈ കൊച്ചി വീഡിയോ. അപ്പൊ ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾ കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പൊ ഇതിൽ നല്ല കിടിലൻ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും.